നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മാനുവൽ ന്യൂയർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചിരിക്കുന്നു. ജർമ്മൻ ദേശീയ ടീമിനായിട്ട് ഇനി അദ്ദേഹം കളിക്കില്ല. ജർമ്മനിയുടെ സീനിയർ താരങ്ങൾ ഒന്നൊന്നായിട്ട് വിരമിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യൂറോകപ്പ് കഴിഞ്ഞ ഉടനെ ടോണി ക്രൂസിന്റെ വിരമിക്കൽ നമ്മൾ കണ്ടു. അദ്ദേഹം അത് നേരത്തെ പ്രഖ്യാപിച്ചതായിരുന്നു. കഴിഞ്ഞ ദിവസം ഇൽക്കൈ ഗുണ്ടോഗൻ വിരമിച്ചു. ഇപ്പോഴിതാ മാനുവൽ ന്യൂയറും വിരമിച്ചിരിക്കുന്നു. 38-കാരനായിട്ടുള്ള താരം ജർമ്മനിക്ക് വേണ്ടി 124 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. 15 നീണ്ട വർഷക്കാലം അദ്ദേഹം ജർമ്മനിയുടെ ഗോൾ വലയം കാത്തു. 2014 ജർമ്മനിക്കൊപ്പം വേൾഡ് കപ്പിൽ മുത്തമിടുകയും ചെയ്തു. അദ്ദേഹം ഒരു നീണ്ട കുറിപ്പിട്ടുകൊണ്ടാണ് ഇപ്പോൾ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അദ്ദേഹം കുറിക്കുന്നു: ഡിയർ ഫാൻസ്, ഡിയർ ഫുട്ബോൾ ജർമ്മനി, 15 വർഷത്തിന് ശേഷം 124 അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് ശേഷം എൻ്റെ ജർമ്മൻ ദേശീയ ടീമിനോടൊപ്പമുള്ള കരിയർ ഇന്ന് അവസാനിക്കുകയാണ്. എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ ഈ ഒരു തീരുമാനം അത്ര സിമ്പിളായിട്ട് എടുത്തതല്ല എന്ന്. ഇപ്പോഴും ഫിസിക്കലി ഞാൻ വളരെ മികച്ച രൂപത്തിലാണ്. 2026 വേൾഡ് കപ്പ് USA-യിലും കാനഡയിലും മെക്സിക്കോയിലുമായിട്ട് ആരംഭിക്കാൻ പോകുന്നു. പക്ഷേ ഇൻറ്റൻസ് ആയിട്ടുള്ളതും ലോങ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഡിസ്കഷൻസ് എൻ്റെ ഫാമിലിക്കൊപ്പവും ഫ്രണ്ട്സിനൊപ്പവും നടത്തിയതിന് ശേഷം ഞാൻ തീരുമാനിച്ചിരിക്കുന്നു, ഇതാണ് യഥാർത്ഥത്തിലുള്ള ശരിയായ സമയം. ദേശീയ ടീമിനോടൊപ്പമുള്ള എൻ്റെ കരിയർ, ആ ചാപ്റ്റർ അവസാനിപ്പിക്കാനുള്ള യഥാർത്ഥത്തിലുള്ള ശരിയായ സമയം ഇതാണ് എന്ന് ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് വലിയ അഭിമാനവും അതുപോലെ നന്ദിയുമാണ് തോന്നുന്നത്. നമ്മൾ 2014 ആ ഒരു വലിയ സ്വപ്നം സ്വന്തമാക്കി. വേൾഡ് കപ്പ് ബ്രസീലിൽ വെച്ച് നമ്മൾ സ്വന്തമാക്കി. കൂടാതെ 7 വർഷക്കാലം 61 മത്സരങ്ങളിൽ ഞാൻ ദേശീയ ടീമിനെ നയിക്കുകയും ഉണ്ടായി. അതൊക്കെ വലിയൊരു ഓണറായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. എന്തായാലും ഈ വർഷം യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ നമ്മൾ കളിച്ചു. അതൊരു മറ്റൊരു ഹൈലൈറ്റ് ആയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കിരീടത്തിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിലും ഓരോ സെക്കൻഡിലും എനിക്ക് വളരെ സ്പെഷ്യലായിട്ടാണ് ടീമിൻ്റെ ആ ഒരു കൊഹേഷനും മറ്റുമൊക്കെ തോന്നിയിട്ടുള്ളത്. അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം. എന്തായാലും ഞാൻ ഇനി ദേശീയ ടീമിന് വേണ്ടി കളിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവസാനിപ്പിച്ചിരിക്കുന്നു ദേശീയ ടീമിനോടൊപ്പമുള്ള കരിയർ. എന്തായാലും അദ്ദേഹം ക്ലബ് ഫുട്ബോളിൽ തുടരും. പക്ഷേ 38-ാമത്തെ വയസ്സിലെ ജർമ്മൻ ദേശീയ ടീമിന്റെ ഗോൾ വലയം കാക്കുന്നത് അദ്ദേഹം നിർത്തുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.